അഡാസ് ലെവൽ 2 17 സേഫ്റ്റി ഫീച്ചേഴ്സ് അടക്കം 32ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള കിയ സെൽറ്റോസിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. D4 ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ വാഹന വിപണന രംഗത്തേക്ക് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കിയ എന്ന വാഹന നിർമ്മാണ കമ്പനി സെൽറ്റോസിനെ അവതരിപ്പിച്ചത്. അന്നു മുതൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ബുക്കിംഗ് ആയിരുന്നു ഈ ഒരു വണ്ടിക്ക് കിയ നേടിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സെൽറ്റോസിലൂടെ കിയ അത് അവതരിപ്പിച്ച ഫീച്ചേഴ്സും അതിൻ്റെ ക്വാളിറ്റിയും തന്നെയാണ്. മുൻവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബോൾഡായിട്ടുള്ള കിയ ബാഡ്ജിങ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് സാധാരണ കാണാറുള്ള ഗ്രില്ലിന് പകരം ഇതിൻ്റെ ബോണറ്റിൻ്റെ മേലെയാണ്. അതുപോലെ തന്നെ ബോണറ്റിലുള്ള ഈ ഒരു ബൾജുകളും വളരെ ബോൾഡായിട്ടാണ് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊരു സിൽവർ ഫിനിഷാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു ഗ്രില്ല് ഇതൊരു ഗ്ലോസി ഫിനിഷാണ്, ബ്ലാക്ക്. ഇതാണ് 360 വ്യൂവിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ. ഹെഡ്ലാമ്പിൻ്റെ താഴ്വശത്തായിട്ടാണ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ഉള്ളത്. ഇതിൻ്റെ താഴെ LED ഫോഗ് ലാമ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സിൻ്റെ റഡാർ. ഇത് യൂസ് ചെയ്തിട്ടാണ് ഫ്രണ്ടിലുള്ള വണ്ടി സെൻസ് ചെയ്യുന്നത്. ഒരു അഡീഷണൽ റഡാർ അവിടെയും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഫ്രണ്ട് വശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇതൊരു 1.5 ലിറ്റർ ടർബോ സ്മാർട്ട് സ്റ്റീം എഞ്ചിനാണ്. ഇതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. 160 PS പവറും 253 Nm ടോർക്കാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് 1.5 പെട്രോൾ എഞ്ചിനും ഒരു 1.5 CRD ഡീസൽ എഞ്ചിനും സെൽറ്റോസിൽ അവൈലബിൾ ആണ്. വശക്കാഴ്ചയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സെൽറ്റോസിനെ അപേക്ഷിച്ച് ലെങ്ത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഫ്രണ്ടിലുള്ള ബമ്പറിൻ്റെ ഡിസൈനിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ഇനി ഈ ഒരു മിററിൽ ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ളത് മിറർ തന്നെയാണ്. അതിൻ്റെ താഴെ 360 ഡിഗ്രി വ്യൂവിൻ്റെ ഒരു ക്യാമറയും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ടോപ്പ് എൻഡിൽ വരുമ്പോൾ ക്രോമിയം ഫിനിഷാണ്. ഇതിൻ്റെ വിൻഡോൻ്റെ സൈഡിലും ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡോറിൻ്റെ മേലെയുള്ള ഈ ഒരു ബോൾഡായിട്ടുള്ളൊരു ബൾജുകൾ ഇതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ഉള്ളത്. ഇതിലൊന്നും വലിയൊരു മാറ്റങ്ങളൊന്നും കഴിഞ്ഞ സെൽറ്റോസായിട്ട് കാണാനില്ല. എടുത്തു പറയേണ്ട കാര്യം 18 ഇഞ്ച് വീലാണ് വരുന്നത്. അതിൽ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള അലോയ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം വരുന്ന സമയത്ത് ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ഈ ഒരു കവറിങ് വരുന്നത് ഡിസൈനിനോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. കൂടാതെ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ഫിനിഷോടുകൂടി ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് വശത്ത് നോക്കുന്ന സമയത്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു സ്പോയിലറാണ് മേലെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതും LED ആണ്. പിന്നെ അതേപോലെ തന്നെ വിൻഡോയിൽ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റാണ് പ്രധാനമായിട്ടും മാറിയിട്ടുള്ളത്. രണ്ട് സൈഡും കണക്ട് ചെയ്ത് നിൽക്കുന്ന LED ടൈൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ട് വരുന്നത് നല്ല സ്പേഷ്യസ് ആണ്. അറൗണ്ട് 535 ലിറ്ററാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ ഫാമിലി ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് സാധനങ്ങളൊക്കെ അനായാസം കീപ്പ് ചെയ്യാം. അതുമാത്രമല്ല ഇതൊരു ഫ്ലാറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ലഗേജൊക്കെ ഈസിലി എടുത്തു വെക്കാൻ പറ്റും. സ്പെയർ വീൽ വരുന്നത് ഇതിൻ്റെ അടിഭാഗത്താണ്. അത് 17 ഇഞ്ചാണ് വരുന്നത്. അത് നോർമൽ വീലാണ്, അലോയ് വീൽ കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് സീറ്റ് 60-40 സ്പ്ലിറ്റ് അപ്പ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. റിമൂവബിൾ പാർസൽ ട്രേയും കൂടി വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്കൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത് നൈറ്റ് ടൈമിലൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. താഴ്വശത്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ റിയർ ബമ്പർ നല്ല മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ലൈൻസ് കൊണ്ടുള്ള ഒരു എലമെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു റിഫ്ലക്ടറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് റിവേഴ്സ് ലൈറ്റാണ്. പിന്നെ ഇത് 1.5 GT ലൈനാണല്ലോ, ഡ്യുവൽ എക്സോസ്റ്റാണ് വരുന്നത്. അത് അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ബാക്കിൽ നിന്ന് കാണാൻ. യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് പിൻവശത്തുനിന്നും. ഫ്രണ്ടും ബാക്കും സൈഡും എല്ലാ ഡിസൈനും അടിപൊളിയാണ്. റിയർ സീറ്റ് നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടാണ്, നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രീമിയം ഫീല് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 4 ഡോറും
ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത്. പവർ വിൻഡോ 4 ഡോറിലും സ്പീക്കർ, ബോസിൻ്റെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രാബ് ഹാൻഡിൽ ഫോൾഡബിൾ ആണ്. പിന്നെ ഇൻഡിവിജ്വൽ റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിയർ സീറ്റിൽ 2 പേർക്ക് ഇരിക്കുകയാണെങ്കിൽ സെൻറ്ററിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡറും അല്ലെങ്കിൽ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ബാക്ക് വശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഇൻഡിവിജ്വലി 5 പാസഞ്ചേഴ്സിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ AC വെൻ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 ചാർജിങ് ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഡോക്യുമെൻ്റ് ഹോൾഡറോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നൊരു സ്പേസും കൂടിയുണ്ട്. ഇത്രയൊക്കെയാണ് ബാക്ക് സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത്, നമുക്ക് ഇൻ കേസ് സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെൽറ്റോസിൻ്റെ കീ വരുന്നത്. നമുക്കിത് കീ ഉപയോഗിച്ചും സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഹോൾഡ് ബട്ടൺ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. കിയ കണക്ട് ആപ്പ് ഉപയോഗിച്ച് ഒരുപാട് കണക്റ്റഡ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഫോണിൽ വേൾഡ് വൈഡ് എവിടുന്നും വണ്ടിയും അതേപോലെ തന്നെ ഫോണും സിഗ്നലുള്ള സ്ഥലത്തുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇതാണ് റിമോട്ട്. നല്ല ഒരു അടിപൊളി ഇൻ്റർഫേസാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഡ്രൈവിംഗ് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടായിട്ടുള്ളൊരു സീറ്റിംഗ് ആണ്. ഫ്രണ്ടിൽ വെൻറ്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത് രണ്ടും. അത് നമുക്ക് 3 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്പീഡ്. AC ടെമ്പറേച്ചർ എന്താണോ അത് തന്നെയാണ് സീറ്റിലേക്കും കൂടി വരിക. പിന്നെ ഫ്രണ്ട് സെൻസർ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറൻ്റെ വ്യൂ. ഇത് ഡ്രൈവിംഗ് ടൈമിലോ റിവേഴ്സ് ടൈമിലോ ആണ് വരിക, പാർക്കിംഗ് ടൈമിൽ വരില്ല. അതാണ് 360 ഡിഗ്രിയുടെ വ്യൂ വരുന്നത്. അതിൽ നമുക്ക് പലതരത്തിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഈ രീതിയിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഡ്രൈവ് മോഡിൻ്റെ അതേപോലെ തന്നെ ട്രാക്ഷൻ മോഡിൻ്റെയും സ്വിച്ച് കാണാം. റോട്ടറി സ്വിച്ചാണ്. വളരെ ഭംഗിയാണ് ആ സ്വിച്ച്. അത് ഓരോന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ മീറ്റർ കൺസോളിൽ ഡിസൈനും വ്യത്യാസം വരുന്നുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ GT ലൈൻ ആയതുകൊണ്ട് ഇവിടെ GT ലൈൻ്റെ ബാഡ്ജിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഡ്രൈവിംഗ് അസിസ്റ്റ് കൺട്രോളും ഈ ഒരു സൈഡ് മീഡിയ കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചും അതേപോലെ തന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈൻ കീപ്പ് അസിസ്റ്റൻ്റ് ബട്ടണൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ ഒരുപാട് ഇൻഫർമേഷൻ, ഡ്രൈവ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ലെതർ റാപ്പിഡാണ് സ്റ്റിയറിംഗ് വരുന്നത്. നല്ല കംഫർട്ടാണ്. ഇവിടെയാണ് പാഡൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ, ഓട്ടോ ഹെഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് വൈപ്പർ കൺട്രോൾ വരുന്നത്. വൈപ്പറും ഓട്ടോമാറ്റിക് വൈപ്പറാണ് വരുന്നത്. ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ റെയിൻ സെൻസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് വൈപ്പർ വർക്ക് ആയിക്കോളും. നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫും ഓൺ ചെയ്യാനുള്ള ഒരു ബട്ടന്, അതേപോലെ തന്നെ ഐഡിയൽ എൻജിൻ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലാമ്പ് ലെവൽ. അതേപോലെ തന്നെ ഡ്രൈവിംഗ് സൈഡ് ഡോറിൽ ഇത്രയും കൺട്രോൾസാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ വിൻഡോസും ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ്. പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ളൊരു സ്വിച്ച്, മിറർ ഫോൾഡ് ചെയ്യാനുള്ളൊരു സ്വിച്ച്, പിന്നെ അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്. ഇത്രയും സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ AC നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സോൺ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നുള്ളത്. അതിൻ്റെ കൺട്രോൾസ് ബട്ടനാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്കിവിടെ മീഡിയ കൺട്രോളിൻ്റെ സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. സെൽറ്റോസിൽ ഈ ഒരു ഫിസിക്കൽ നോബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതും കൂടി വന്നതുകൊണ്ട് ആ ഒരു പോരായ്മ കൂടി പരിഹരിക്കപ്പെട്ടു. ഇത് വളരെ യൂസ്ഫുള്ളാണ് ഫിസിക്കൽ നോബ്. മീഡിയ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വിത്ത് വയർലെസ് ഫോൺ പ്രൊജക്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് USB-യിൽ വീഡിയോ കൂടി പ്ലേ ചെയ്യാം. പക്ഷേ അത് റണ്ണിങ് ടൈമിൽ ഓഡിയോ മാത്രമേ പ്ലേ ആവുള്ളൂ. നമുക്കൊരു ഇതിൻ്റെ സൗണ്ട് നോക്കുകയാണെങ്കിൽ
ഇവിടെയാണ് ഇതിൻ്റെ സറൗണ്ടിങ് സ്പീക്കർ വരുന്നത്. പിന്നെ എല്ലാ ഡോറിലും ഓരോ സ്പീക്കറും, ഫ്രണ്ട് 2 ഡോറിൽ ട്യൂട്ടറും കൂടി വരുന്നുണ്ട്. പിന്നെ ഡിക്കിനകത്താണ് ഇതിൻ്റെ സബ് വൂഫർ വരുന്നത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ്, അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, അത് കൺസീൽ ചെയ്ത് വെക്കാനുള്ളൊരു കവറിങ് കൂടിയുണ്ട്. ഇനി ഇത് വലിയ ഐറ്റംസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് റിമൂവബിൾ ആണ്. ഇവിടെ ഒരു ഫോൺ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ്, അതുപോലെ തന്നെ ഇവിടെ സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്മാർട്ട് എയർ പ്യൂരിഫയർ വിത്ത് വൈറസ് പ്രൊട്ടക്ഷൻ. ഇവിടെയാണ് അതിൻ്റെ കൺട്രോൾസ് വരുന്നത്. AC മിററാണ്. ഇതിൽ 3 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ കിയ കണക്റ്റിലേക്കും അതേപോലെ തന്നെ SOS ടോയിങ് സർവീസിലേക്കൊക്കെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കാണാം. ഇവിടെ കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇൻഡിവിജ്വൽ ഓൺ ചെയ്യാൻ തന്നെ പ്രസ് ചെയ്യുക, അതിലെല്ലാം ഓൺ ചെയ്യാനാണെങ്കിൽ ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ് ഓപ്പൺ വരുന്നത് ഈ ഒരു തരത്തിലാണ്. ഇവിടെയാണ് അതിൻ്റെ ബട്ടൺ വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വോയിസ് കമാൻഡിലൂടെയും ചെയ്യാം. ഓപ്പൺ സൺറൂഫ്. ഈ ഒരു രീതിയിൽ സൺറൂഫ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ക്ലോസ് സൺറൂഫ്. Closing the sunroof. പനോരമിക് സൺറൂഫാണ്. വളരെ നല്ല കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് സെൽറ്റോസിൻ്റെ 1.5 ലിറ്റർ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ വന്ന ടർബോ എഞ്ചിനാണ്. ഇക്കോ, നോർമലി, സ്പോർട്ട്. അതായത് ഇക്കോയിലിടുന്ന സമയത്ത് ഏറ്റവും മിനിമൽ ടോർക്കും പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുക, മൈലേജും കൂടും. നോർമൽ ആണെങ്കിൽ ഇത് രണ്ടും മീഡിയം ആയിരിക്കും, പെർഫോമൻസും മീഡിയം ആയിരിക്കും, മൈലേജും മീഡിയം ആയിരിക്കും. സ്പോർട്സിൽ വരുന്ന സമയത്ത് മാക്സിമം പെർഫോമൻസും അതിനനുസരിച്ചുള്ള മൈലേജും കുറയും. ഒരു ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റിക് ഒക്കെ ആയിട്ട് സ്പോർട്സ് മോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊരു വേറെ തന്നെ ഫീലാണ്. പക്ഷേ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസീനെ നല്ല രീതിയിൽ അത് ബാധിക്കും. ഇനി ട്രാക്ഷൻ മോഡും വരുന്നുണ്ട്. അതേപോലെ തന്നെ സാൻഡ്, മഡ്, സ്നോ, ഈ 3 രീതിയിലാണ് വരുന്നത്. ആക്ച്വലി ഇതൊരു 4 വീൽ ഡ്രൈവ് വണ്ടിയല്ല, 2 വീൽ ഡ്രൈവ് വണ്ടിയാണ്. പക്ഷെങ്കിലും ഈ 3 മോഡ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു അത്യാവശ്യ സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പണ്ടൊക്കെ എക്സ്പേർട്ട് ഡ്രൈവറൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ഒരു വണ്ടി അവർ ഹാൻഡിൽ ചെയ്യുക, അപ്പോൾ അതേപോലെ തന്നെ വണ്ടി പ്രീസെറ്റ് ചെയ്ത് ഇതിനനുസരിച്ചിട്ട് ഓരോ മോഡലും മാറുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് മാക്സിമം ട്രാക്ഷനൊക്കെ കൂടും. അതാണ് ഈ 3 ട്രാക്ഷൻ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് സ്കൂൾ സോൺ ആയതുകൊണ്ട് ആ ഒരു ലൊക്കേഷൻ അനുസരിച്ചിട്ടുള്ള വാണിംഗ് നമുക്ക് തരികയാണ്. ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട്. നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ഇൻഡിക്കേറ്റർ ഇടുന്നത് ആ ഭാഗത്തുള്ള വ്യൂ നമുക്കിതിൽ കാണാം. പിന്നെ അഡാസ് ലെവൽ 2 ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ ആക്റ്റീവ് ചെയ്യുകയാണ്. സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ ഞാനിപ്പോൾ 41 കിലോമീറ്ററിൽ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള വണ്ടി സെൻസ് ചെയ്ത് അതിൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മളെ വണ്ടിയുടെ സ്പീഡ് കൂടും കുറയും ചെയ്യും. ഇപ്പം ഞാൻ ലൈൻ കീപ്പ് അസിസ്റ്റും കൂടി ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ലൈൻ ഉള്ളത് കൊണ്ട് ചില ഭാഗത്തൊക്കെ ലൈൻ ഇല്ല, ആ ഭാഗത്തൊക്കെ അത് അത്ര കറക്റ്റ് ആക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. ഇത് ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ ബൈ മിസ്റ്റേക്കോ അതല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാതെ ലൈൻ കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്റ്റെയറിങ് കുറച്ച് ഹോൾഡായി നിൽക്കും. ഇപ്പോൾ ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട്, നമുക്കതിൻ്റെ ഒരു വാർണിംഗ് ഇപ്പോൾ അതിൽ കാണിക്കും. ഞാനിപ്പോൾ ആക്സിലറേഷൻ ഒന്നും കൊടുക്കുന്നില്ല, ഇപ്പോൾ കാണിച്ചോളൂ. ഇപ്പോൾ ബാക്കിലുള്ള ആ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി ഇവിടെ വരുന്നുള്ളത് ഇതിൽ കാണിക്കും. ആ റെഡ് പ്രത്യേക വണ്ടി ഉണ്ടെന്നാണ്. ഫ്രണ്ട് എത്തുന്ന സമയത്ത് ആ വണ്ടി ഫ്രണ്ടിലുള്ളതായിട്ട് ഇവിടെ കാണിക്കും. അപ്പം ഞാനിതാ വണ്ടിയുടെ സ്റ്റെയറിങ് വിട്ടിട്ടാണുള്ളത്. ഓട്ടോമാറ്റിക് വണ്ടിയുടെ സ്റ്റെയറിങ് വണ്ടി തന്നെ തിരിക്കുകയാണ്. എക്സ്പ്രസ് ഹൈവേയിലൊക്കെ നല്ല ലൈനൊക്കെ ഉള്ള സ്ഥലത്ത് ഓക്കെയാണ്. ഒന്ന് പിടിച്ചു കൊടുക്കണം ഇടയ്ക്ക്.
ആക്റ്റീവായിട്ട് തന്നെയാണ് ഉള്ളത്, പക്ഷെങ്കിൽ ഒന്ന് പിടിച്ചെടുക്കണം. അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് എപ്പോഴും ഒരുപാട് യൂസ്ഫുള്ളാണ്, പ്രത്യേകിച്ച് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ്ഫുള്ളാണ്. സ്റ്റിയറിംഗ് ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല, എങ്കിലും വണ്ടി മാക്സിമം ലൈൻ നോക്കി അതിനനുസരിച്ചിട്ട് വണ്ടി കൺട്രോൾ ചെയ്യുകയാണ്. ഇതിലിപ്പോൾ ആക്റ്റീവായി കിടക്കുന്നത് ഓട്ടോ ഓൺ ഓഫ്, അതേപോലെ തന്നെ ലൈൻ കീപ്പ് അസിസ്റ്റ്. അപ്പോൾ അത് ബ്ലിങ്ക് ആവുന്ന സമയത്ത് ഇപ്പോൾ ആക്റ്റീവ് അല്ല, അത് വർക്കിംഗ് അല്ല. ഗ്രീൻ കളർ കത്താണെങ്കിലാണ് ആക്റ്റീവ്. പിന്നെ അതിൻ്റെ ഇപ്പുറമുള്ളത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അതും ആക്റ്റീവാണ്, 48 കിലോമീറ്ററിൽ ആക്റ്റീവാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ വണ്ടി കാണുന്നതാണ് ആ ഒരു ഇത് കാണുന്നത്, വണ്ടിക്കനുസരിച്ചിട്ട് ഇത് സ്ലോ ചെയ്യുകയാണ്. ഇത്രയൊക്കെയാണ് സെൽട്ടോസിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ടുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് താങ്ക് യു. See you in next video.